പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീസറുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ടീസർ എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ പ്രധാനമായും ആകർഷകമായ മുൻകൂർ പരസ്യം അല്ലെങ്കിൽ പ്രചാരണ വീഡിയോ എന്നൊക്കെയാണ്. പ്രേക്ഷകരിൽ ആകാംക്ഷയും താല്പര്യമുണ്ടാക്കുവാനും വരാനിരിക്കുന്ന സിനിമയുടെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രധാന ഭാഗങ്ങൾ മാത്രം കാണിക്കുന്ന ചെറിയ വീഡിയോ ക്ലിപ്പുകളെയാണ് സാധാരണയായിട്ട് ടീസർ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ടീസറുണ്ട്. ആ ടീസറാണ് ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പ്രമുഖ സിനിമാ നടനും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള അഭിമുഖമാണ് ഈ ടീസറിൻ്റെ ഇതിവൃത്തം. പ്രമുഖ സിനിമാ നടൻ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഈ ടീസറിൻ്റെ ഉള്ളടക്കം. ഈ ടീസറിൻ്റെ മുഴുവൻ ഭാഗം ഈ കഴിഞ്ഞ ദിവസം TV ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിരിക്കുമല്ലോ. സാധാരണയായിട്ട് പല ടീസറുകളും യാഥാർത്ഥ്യത്തോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നത് ഒരു ചോദ്യചിഹ്നമാണ്. പലപ്പോഴും അവ പരസ്യങ്ങളായിട്ട് മാത്രം നിലകൊള്ളുന്നു. യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല. കച്ചവട താല്പര്യം മാത്രമാകും അവയ്ക്കുണ്ടാവുക. ടീസറുകളുടെ ഈ ലോകത്ത് ന്യൂജനായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ വചനഭാഗത്തെ കർത്താവിൻ്റെ രൂപാന്തരീകരണം മറ്റൊരു ടീസറായിട്ട് ഞാൻ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സംഭവിക്കുന്ന ഒരു ടീസർ, ഈശോയുടെ മഹത്വത്തിൻ്റെ ഒരു കൊച്ചു ടീസർ. രൂപാന്തരീകരണ വേളയിൽ തൻ്റെ പൂർണ്ണമായിട്ടുള്ള മഹത്വത്തിൻ്റെ ഒരു കൊച്ചു കിരീടമാണ് ഈശോ ഇവിടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹത്വത്തിൻ്റെ ടീസർ എന്ന് നമുക്കിതിനെ വിളിക്കാം. ശിഷ്യന്മാർ ആവശ്യപ്പെടാതെ തന്നെ ഈശോ രൂപാന്തരപ്പെട്ടുകൊണ്ട് തന്നെ മഹത്വത്തിൻ്റെ ഒരു കൊച്ചു ടീസർ ഇവിടെ ഉയർന്ന മലയിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാനായിട്ട്, ആഴപ്പെടുത്തുവാനായിട്ട്. ഈ രൂപാന്തരീകരണത്തിൻ്റെ വേളയിൽ ഈശോ 3 ശിഷ്യന്മാരെ മാത്രമാണ് ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരെ നമുക്ക് മറ്റൊരിക്കലും കാണുവാനായിട്ട് സാധിക്കും. ജൈറോസിൻ്റെ മക്കളെ ഉയർപ്പിക്കുന്ന വേളയിൽ ഈ 3 പേരെ മാത്രമാണ് ഈശോ കുട്ടികിടക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ലൂക്ക 8:51 നമ്മൾ വായിക്കുന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കുവാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനുമല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. ഗെത്സമേൻ തോട്ടത്തിൽ വേദനയോടെ ഈശോ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈ 3 ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുവാൻ സാധിക്കും. മത്തായി 26:37 നമ്മൾ വായിക്കുന്നു. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കുവാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി. ഈ 3 പേരെ മാത്രം ഈശോ കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ഒരുപക്ഷെ ഈ 3 പേർക്കും ഈശോയുമായി കൂടുതലുണ്ടായിരുന്ന ആഴമായിട്ടുള്ള ആത്മീയ ബന്ധമായിരിക്കാം. അവർ ഈശോയ്ക്കുണ്ടായിരുന്ന വിശ്വാസമായിരിക്കാം. ദൈവിക രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള വലിയ കഴിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇതെല്ലാം ആയിരിക്കാം ഈ 3 പേരെ മാത്രം ഈശോ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള കാരണം. തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ രൂപാന്തരീകരണമാണ്. ഈ മഹത്വത്തിൻ്റെ ഈ ടീസറിൻ്റെ വേളയിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. നമ്മൾ കാണുന്നു മനുഷ്യരായിട്ടുള്ള പത്രോസും യാക്കോബും യോഹന്നാനും ദൈവപുത്രനായിട്ടുള്ള ഈശോയും ദൈവ മനുഷ്യരായ മോശയും ഏലിയായും. അങ്ങനെ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ഒരു സംഗമമാണ് ഇവിടെ സംഭവിക്കുന്നത്. നോമ്പുകാലം ഒരു ക്ഷണമാണ്. ദൈവമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക്, ദൈവമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ അതിനായി നമ്മൾ ഒരു ഉയർന്ന മലയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അത് പ്രാർത്ഥനയുടെ ഒരു മലയാണ്. അപ്പോൾ നോമ്പുകാലം ഒരു ക്ഷണമാണ്. പ്രാർത്ഥനയുടെ മലയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, പ്രാർത്ഥനയുടെ മലയിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ, പ്രാർത്ഥനയുടെ മലയിൽ ദൈവവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ. ആ 3 പേർക്കും പകരമായിട്ട് ദൈവം നമ്മളെയാണ് ഇന്ന് വിളിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും. അവിടുത്തെ
കൂടെ ആയിരിക്കുവാനായിട്ട്, ദൈവ അനുഭവത്തിലായിരിക്കുവാനായിട്ട്, വിശുദ്ധിയിലായിരിക്കുവാനായിട്ട്, പരിത്യാഗത്തിലായിരിക്കുവാൻ, സഹനത്തിലായിരിക്കുവാൻ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി രൂപാന്തരപ്പെടും, നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടും, നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തും. അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടുവാനും നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വിളിയാണ്, ക്ഷണമാണ് ഈ നോമ്പുകാലം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഈ ടീസർ. പ്രാർത്ഥനയുടെ മലയിൽ ദൈവത്തെ കണ്ടുമുട്ടിയാൽ മാത്രം പോരാ, പ്രവർത്തനത്തിൻ്റെ താഴ്വരയിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നു. മത്തായി 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. മഹത്വത്തിൻ്റെ കൂടാരത്തിലായിരിക്കുവാനാണ് പത്രോസ് ആഗ്രഹിച്ചത്, അതായത് ടു ബി ഇൻ കംഫർട്ട് സോൺ. എന്നാൽ ഈശോ അതല്ല ആഗ്രഹിച്ചത്. പിതാവായ ദൈവത്തിന് ഹിതം നിറവേറ്റുക, അതായിരുന്നു ഈശോയുടെ ആഗ്രഹം. പിതാവായ ദൈവത്തിന് ഹിതമായിട്ടുള്ള സ്വർഗരാജ്യം ഭൂമിയിൽ സംസ്ഥാപിക്കുക. എന്നാൽ പത്രോസ് ആഗ്രഹിച്ചത് മഹത്വത്തിൻ്റെ കൂടാരത്തിലായിരിക്കുവാനാണ്. ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കംഫർട്ട് സോണെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാനാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് 1-ാം വായനയിൽ കണ്ടുമുട്ടുന്ന അബ്രഹാം. നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നു. ഉൽപ്പത്തി 12:1-2 വരെ വചനത്തിൽ കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാം അനുഗ്രഹിക്കപ്പെടുകയാണ് ഉണ്ടായത്. വലിയൊരു ജനതയുടെ പിതാവായിട്ട് മാറി, വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് മാറി. നമ്മൾ വീണ്ടും വചനത്തിൽ വായിച്ചു കേൾക്കുന്നു. ഉൽപ്പത്തി 17:5-6 വരെയുള്ള വചനത്തിൽ, ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും, ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസപൂർവ്വം നമ്മുടെ കംഫർട്ട് സോണെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഉറപ്പായും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആയതിനാൽ ഈ നോമ്പുകാലം നമുക്കൊരു ക്ഷണമാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഒപ്പം നമ്മുടെ തന്നെ അഹത്തിൽ നിന്നും പുറത്തു വരുവാൻ, നമ്മുടെ തന്നെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വരുവാൻ, ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടുള്ള ഒരു അവസരമാണ് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഈ ടീസർ. മൂന്നാമതായിട്ട് ഈ ടീസറിൽ നമുക്ക് കണ്ടുമുട്ടുക ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്ന ശിഷ്യന്മാരെയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായി 17:8 അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനല്ലാതെ മറ്റാരും കണ്ടില്ല. ഈ നോമ്പുകാലത്തും എല്ലായ്പ്പോഴും നമുക്ക് സാധിക്കേണ്ടത് മറ്റൊന്നുമില്ല, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ടാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെയും നമ്മുടെ ദുഃഖങ്ങളുടെയും നമ്മുടെ ദുരിതങ്ങളുടെയും മധ്യം നമ്മൾ നോക്കേണ്ടത് ഈശോയിലേക്കാണ്. ഈശോയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം മാഞ്ഞുപോകും. ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അതാണ്. ഈശോയിലേക്ക് മാത്രം നോക്കിയ നിമിഷങ്ങളിൽ പത്രോസ് അപ്പോസ്തലന് വെള്ളത്തിന് മീതെ ഭയമില്ലാതെ നടക്കുവാൻ സാധിച്ചു. എന്നാൽ എപ്പോഴാണ് പത്രോസ് ഈശോയിൽ നിന്ന് തൻ്റെ ദൃഷ്ടികളെ മാറ്റിയത്, ആ നിമിഷമാണ് പത്രോസ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുവാനായിട്ട് തുടങ്ങിയത്. യേശുവിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടുത്തെ കുരിശിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ എല്ലാം മാറിപ്പോകും. ആ കുരിശിൽ കർത്താവിനല്ലാതെ നമ്മൾ മറ്റൊന്നും കാണുകയില്ല. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാവസ്ഥ എന്തുമാകട്ടെ, ഒരുപക്ഷെ പാപത്തിൻ്റെ അവസ്ഥയായിരിക്കാം, രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം, ഒറ്റപ്പെടലിൻ്റെ നിമിഷമായിരിക്കാം, വേദനയുടെ അവസ്ഥയായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, കടബാധ്യതയായിരിക്കാം, വിവാഹ തടസ്സമായിരിക്കാം, എന്തുമായിരിക്കട്ടെ, ഈ വേദനകളുടെ അവസരത്തിൽ ഈശോയിലേക്കും അവിടുത്തെ കുരിശിലേക്കും എല്ലായ്പ്പോഴും നോക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ബോധ്യം ലഭിക്കും.
ഇവയെല്ലാം മാറിപ്പോകും. സഹനങ്ങൾക്ക് ശേഷം ഉത്ഥാനമുണ്ടെന്ന്, സഹനങ്ങൾക്ക് ശേഷം മഹത്വമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആയതിനാൽ ഈ ഒരു ബോധ്യത്തിൽ വളരുവാനുള്ള അവസരമാണ് ഈശോയുടെ മഹത്വത്തിൻ്റെ ഈ ടീസർ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഈ ടീസർ നമ്മെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയുടെ മലയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ, ദൈവവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ, നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, നമ്മുടെ തന്നെ അഹത്തിൽ നിന്നും പുറത്തു വരുവാൻ, നമ്മുടെ തന്നെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തു വരാൻ, ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ, ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ഈശോയിലേക്കും അവിടുത്തെ കുരിശിലേക്കും എല്ലായ്പ്പോഴും നോക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.